ആണോ? നാണം കെട്ട് ഇപ്പോഴുള്ള കംഫർട്ടിനെ മറികടന്ന് ഈ ഒരു 6 മാസം കഷ്ടപ്പെടുന്നേ. തീർന്നു പ്രശ്നങ്ങളൊക്കെ. പരിശീലനം. പിന്നെ നിങ്ങൾ ആർക്കിടെക്റ്റാ, ജനുവരി 1 തുടങ്ങി ഇതേപോലത്തെ പ്രോഗ്രാമുകൾ നടത്തി ജീവിതം എൻജോയ് ചെയ്യാനേ. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളൊരു എഫേർട്ട് അല്ല, ഞങ്ങൾ ആസ്വദിക്കുക ജീവിതം. സീരിയസ്ലി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സാറ് കണ്ടില്ല രാവിലെ മുതൽ ഒരു കഷ്ടപ്പാടില്ല, ഇന്ന് നാളെ നേരം വിളിച്ച് സംസാരിക്കണം. ഇതിൽ നിന്ന് കിട്ടുന്നൊരു സുഖമുണ്ട് എന്റെ മോനെ, അല്ലെ? ഇത് ഒരിക്കലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല. കാരണം എന്താ? ഇപ്പൊ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, എല്ലാരും ചോദിക്കുന്നുണ്ട്. മമ്മൂട്ടി പറയുന്നത് അത് അഭിനയിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ആർത്തിയ അല്ലേ? ഇപ്പൊ എനിക്ക് വന്നപ്പോ കുറച്ച് ബുദ്ധിമുട്ട്. ഇവ സമയം കൊടുക്കണം അല്ലേ? ഇവനക്കും ആർത്തിയ. ഇതെന്താ? കിട്ടിയ അറിവുകൾ അങ്ങനെ തരുമ്പോണ്ടല്ല, അപ്പൊ കിട്ടുന്നൊരു സുഖമുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾ. ഞാൻ എന്തിനോട് നിർത്തിയത്? ഇവനെ പോലെ ആക്കണം നിങ്ങളെ. ആണോ? എന്നും എനിക്കോട് സംസാരിക്കാനല്ല, ഇവനെ പോലെ ആവാൻ. അതിനിവനെ ഒരു എന്താ പറയാ, ബലി കൊടുക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നതാ. നേർച്ചക്കോഴിയാ. ഇതേപോലെ ആക്കാൻ വേണ്ടി ഇവരെ പോലത്തെ നമ്പർ ഓഫ് ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിളാ 20 വയസ്സുള്ളവനെ. ക്ലിയർ ആയോ? ഒന്നും അറിയാത്ത ഒരുത്തരെ പഠിപ്പിച്ചുകൊണ്ട് ആക്കിയെങ്കിൽ നിങ്ങൾക്കത് പറ്റോ? ഇല്ലെന്നാ പറയും വിജയ്. പറ്റില്ലേ? ഒരാൾക്ക് പറ്റുമെങ്കിൽ ഇവർക്ക് എക്സ്ട്രാ കഴിവെല്ലാം കൊടുത്തിട്ടുണ്ടോ? നോ. അവിടെ ഒറ്റ കാര്യം നിങ്ങൾ ആവാനുണ്ടോ? നിങ്ങൾ ആ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് മാറണം നിങ്ങൾ, അല്ലേ? നേരത്തെ പറഞ്ഞ സെൽഫ് ഇമേജ്. ഞാൻ ആരാ? ഇപ്പൊ നിങ്ങൾക്ക് തീരുമാനം അടുത്ത 6 മാസത്തിനുള്ളിൽ MBA പോലെ വേണ്ടേ, ഇവനെ പോലെ ഈ ചേഞ്ച് കൊണ്ടുവരണ്ടേ? അല്ലേ? വേണോ? വരുത്തണ്ടേ? അല്ലെ? എത്ര നാളിന് ഇങ്ങനെ, എത്ര നാള് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും, അല്ലേ? അപ്പൊ ആ ഒരു ചേഞ്ചിന് വേണ്ടി ആവട്ടെ നമ്മുടെ ഇന്നത്തെ തീരുമാനങ്ങൾ. റൈറ്റ്? യെസ്. അതുകൂടാതെ ഈ ഒരു ടൈം ഗ്യാപ്പ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രായത്തിൽ ആരും ബിസിനസ്സിലേക്ക് കയറാറില്ല സാധാരണ. പക്ഷേ ഈ ഒരു ടൈം ഗ്യാപ്പ് എനിക്കിത് വേണ്ടി ഡിലേ ചെയ്ത് 5 വർഷം വരെ വലിപ്പിക്കാൻ എനിക്കറിയാം. ഒരു MBA പറഞ്ഞ് എനിക്ക് പറഞ്ഞാൽ മതി. നല്ല പ്ലാൻ, എനിക്ക് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇനിയും അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞ് ഇനിയും MBA അല്ലെങ്കിൽ പല കോഴ്സായിട്ട് എനിക്ക് നടക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു, പോയ വർഷങ്ങൾ തിരിച്ചു കിട്ടില്ല. എന്റെ ഈ പ്രായത്തിൽ ഞാൻ ഇറങ്ങി, എനിക്കത് നേരം, എന്നിട്ട് മതി അടിച്ചു പൊളി. ആ ഒരു സമയം എനിക്ക് തിരിച്ചു കിട്ടില്ല. ഇപ്പൊ എന്റെ ഒരു ഏജ് എന്ന് പറയുന്നത് പീക്ക് ഏജ്, ഏറ്റവും